വിദ്യാഭ്യാസം അല്ലെ ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെ അക്ഷരാഭ്യാസം നടത്തേണ്ട, അവരെ കൈപിടിച്ച് നടത്തേണ്ട അധ്യാപകർ പോലും എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ ഇന്ന് വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം കാണുന്നത്. സ്വന്തം ഭവനത്തിൽ പോലും പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും സുരക്ഷിതമല്ലാത്തൊരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടു, ഒരമ്മ പ്രഗ്നന്റ് ആയി, പക്ഷേ പിതാവ് ഇവിടെ ഇല്ല, പക്ഷെ മകൻ ഇവിടെ ഉണ്ട്. പക്ഷെ അത് പിന്നത്തെ ആ സ്ത്രീയെ വല്ലാതെ അതുകൊണ്ട് മോശമായി ചിത്രീകരിക്കുന്ന ഒരു അനുഭവം നമുക്ക് പിന്നത്തേതിൽ നമ്മൾ കാണുവാൻ കഴിയും. സ്വന്തം മകനാൽ പീഡിക്കപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീര് നിറഞ്ഞ ഒരവസ്ഥകൾ നമ്മൾ കാണും. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾ ഇത്ര അധപതിച്ചു പോയത്? ഈ മനുഷ്യന്റെ അകത്ത് കിടക്കുന്ന പാപമായി ഇരുട്ടിന്റെ സ്വഭാവം എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്? കാരണം ഒന്നേയുള്ളൂ, മനുഷ്യൻ പാപികളാണ്. കാരണം നമ്മുടെ അകത്തിരിക്കുന്ന സ്വഭാവം എന്ന് പറയും ഇരുട്ടിന്റെ സ്വഭാവമാണ്. മനുഷ്യന് തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരിക്കുന്നത്. അവരുടെ അകത്ത് സ്നേഹം പഴയ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാല് ഒരു കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്ന് സന്തോഷം പങ്കിടുന്ന ഒരു കാലം നമുക്ക് കാണുവാൻ കഴിയും. തിന്നും കുടിച്ചും ആർത്തും ഉല്ലസിച്ചും ആയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു കാലത്ത്. ഇന്ന് സ്വന്തം ചുറ്റുപാടുകളിൽ ഒരാൾ മരിച്ചു കിടന്നാൽ പോലും അറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിലൂടെ കാണുന്നു. കാരണം മനുഷ്യന്റെ സ്നേഹം അറ്റുപോയിരിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. ദൈവഭയം മനുഷ്യന്റെ അകത്തുനിന്ന് പോകുമ്പോൾ അവൻ ഏതോ ക്രൂരകൃത്യങ്ങളും ചെയ്യുവാൻ എന്ത് ചെയ്യാം തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങൾ ചുമ്മാതെ അല്ല ഇത് പറയുക. ഒരു കാലത്ത് പാപം എന്തെന്ന് പച്ചവെള്ളം പോലെ കുടിച്ചൊരു കാലഘട്ടം ഞങ്ങളുടെ ചിത്രമാണ്. എന്നാൽ യഥാർത്ഥ ദൈവ സ്നേഹം അവിടത്തേക്ക് വന്നപ്പോൾ ഇരുട്ട് ഞങ്ങളുടെ ജീവിതം മാറിപ്പോയി. വെളിച്ചമാകുന്ന യേശുവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ അകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ദേശത്തിൽ ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് സത്യം, സുവിശേഷം എന്ന് പറയുന്നത് സ്വവർത്തമാനമാണ്. ഇന്ന് നമുക്കറിയാം, ഈ പഴയ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രങ്ങൾ നാം നോക്കുകയാണെങ്കിൽ അനേക മിഷണറിമാർ അവര് വില കൊടുത്താണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പഴയ കാലം നമുക്കാണ് പറഞ്ഞ് മനുഷ്യൻ സ്നേഹം, അതുപോലെ തുണികൾ പോലും ഉടുക്കാത്ത അല്ലെങ്കിൽ വൃത്തിയായി നടക്കാൻ കഴിയാത്ത എങ്ങനെയും ജീവിച്ചൊരു കാലഘട്ടമാണ്. ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. പക്ഷെ എന്നാൽ ഞങ്ങൾ അതൊന്നുമല്ല പറയുന്നത്. എന്നാൽ ഞങ്ങൾ ഇവിടെ പറയുന്ന സുവിശേഷത്തെ കുറിച്ചാണ്. മനുഷ്യനെ അപബോധ മനസ്സിൽ നിന്ന് അവന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക്, അവൻ മനുഷ്യൻ ആരെന്ന് മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്നത് സുവിശേഷമാണ്. സുവിശേഷം മാത്രമാണ് മനുഷ്യനെ ഉയർപ്പിക്കുന്നത്. സുവിശേഷം മാത്രമാണ് മനുഷ്യനെ നല്ല നിലയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, സുവിശേഷം മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിന് രൂപാന്തരം വരിക, മനുഷ്യനായി മാറുക, മൃഗത്തിന്റെ സ്വഭാവത്തിൽ എന്ത് ചെയ്യുക, മനുഷ്യനിലേക്ക് എന്ത് ചെയ്യുക, രൂപാന്തരപ്പെടുക എന്ന്. അത് മനുഷ്യനാൽ കഴിയുന്ന ഒരു മനുഷ്യന് സ്വയമായിട്ട് മാറാൻ കഴിയത്തില്ല. ഒരു മദ്യപാനി പറയുന്നത് ഞാനിങ്ങനെ മാറാൻ ഒരിക്കലും കുറച്ചു നാൾ കഴിയുമ്പോൾ മദ്യപിക്കും. പക്ഷെ എന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നത്, മനുഷ്യനാക്കുവാൻ കഴിയുന്നത്, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത്, മനുഷ്യനെ മനുഷ്യനായി കാണും. നമുക്ക് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബം നമ്മൾ പാപം ചെയ്യുമ്പോൾ മനുഷ്യനാണെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തും, നമ്മളെ അപവാദം പറയും, ചിലപ്പോൾ നമ്മുടെ ഭവനം നമ്മൾ ഇറക്കി കാണും. പക്ഷെ കർത്താവ് ഒരു മനുഷ്യനെ തള്ളിക്കളയുകയല്ല, പാപത്തെ വെറുത്തിട്ട് പാപിയെ സ്നേഹിക്കുന്ന ആ കർത്താവിനെ കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. സ്നേഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കുടുംബങ്ങളിൽ നിന്ന് തകർന്നു പോയ അവസ്ഥയാണോ, കടഭാരമാണോ, ഏത് വിഷയമാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധി കൊടുക്കുവാൻ. ഞങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ സുവിശേഷമൊക്കെ പറയുന്നവരോട് ദേഷ്യപ്പെടുകയും അവരെ ഞങ്ങൾക്ക് പറയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാലം. പക്ഷെ ഇന്ന് ഞാൻ അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞങ്ങൾ വിചാരിച്ചു മതത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവരൊക്കെ ഞങ്ങളെ എന്ത് ചെയ്ത് ഇങ്ങനെ. പക്ഷെ എന്നാൽ നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് പാപത്തിൽ നിന്ന്, നിത്യനാശത്തിൽ, നരകത്തിൽ നിന്ന് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പൈശാചിക പ്രവൃത്തികളെ മടക്കിയെടുക്കുക, മരണത്തിന് ജീവനിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവായ യേശു ക്രിസ്തു. പല നമ്മൾ കാണും, പാപം എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് അറിയാമോ? ആദ്യം മനുഷ്യനായ ആദാം, അത് എല്ലാ മതങ്ങളിലും ഓരോ പേരുകളാണ് അറിയപ്പെടുന്നത്. ആദാം ദൈവം നിർമ്മിച്ച ഒരു വാസസ്ഥലം ഉണ്ടായിരുന്നു, ഏദൻ. ആ ഏദനിൽ വസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, യേശുവുമായി ദൈവമായി ഒന്നിച്ച് നടന്ന സമയത്ത് സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ കടന്നു വരികയും അങ്ങനെ ദൈവത്തിന്, അതായത് ഭൂമിയിലെ ഈ പൊടി കൊണ്ടാണ് മനുഷ്യൻ നിർമ്മിച്ചത്. വെറും പൊടി കൊണ്ട്
ദൈവം ഈ പൊടിയെ കയ്യിലെടുത്ത് ഒരു രൂപമാക്കി മാറ്റി അതിനെ മൂക്കിലെ ശ്വാസം ഒരു മനുഷ്യൻ ജീവനദേഹിയായി തീർന്നു. ആ മനുഷ്യനാണ് ഇന്ന് ദൈവത്തിനെതിരായി ചെയ്യുന്നത്. ഒന്ന് ദൈവം എത്രമാത്രം ദൈവം സഹിക്കും, ദൈവത്തിന് സഹിക്കാൻ കഴിയുമോ? പക്ഷെ ഇന്നും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയായി. ദൈവത്തിന്റെ കരുണ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്വയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിനെതിരായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലെ? വ്യക്തിപരമായ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്തെല്ലാം പാപം നമ്മൾ പുറത്തു പറയാൻ കഴിയാത്ത എല്ലാം പാപമാണ്. എത്രയെത്ര പാപങ്ങൾ, എത്രയെത്ര കഠിനമായ സ്വഭാവം നമ്മൾ ചെയ്യുന്നത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ജീവനോട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു, ഭൂമിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചു, മൂക്കിൽ ജീവശ്വാസം കൊടുത്തു, ആ മനുഷ്യ ജീവനോട് രേഖിക്കുന്നു. പക്ഷെ എന്നാണോ ദൈവത്തിൽ നിന്ന്, അതായത് ദൈവം പറയുന്നത് ഇത് ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞ് അത് തിന്ന സമയത്ത് അവൻ മരിച്ചു. എങ്ങനെ മരിച്ചു? ആത്മമരണം സംഭവിച്ചു. അവൻ പാപിയായി തീർന്നു. ഏകതോടെ ദൈവത്തിന്റെ സ്വന്തം സ്ഥലത്ത് ദൈവം അവനെ പുറത്താക്കി. അവിടെ മുഖത്തിലാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ പാപികളായി തീർന്നത്. ഇത് ചരിത്രമല്ല, ദൈവവചനം പറയുന്നത്. എല്ലാ നമ്മുടെ ചരിത്രങ്ങൾ നിങ്ങൾ ഏത് വിശ്വാസത്തിന്റെ ആ ഒരു പുസ്തകം എടുത്ത് നോക്കിയാലും ഇതെല്ലാം അതിനകത്തുള്ള കാര്യമാണ്. അപ്പോ മനുഷ്യൻ പാപത്തിലേക്ക് പോയ മനുഷ്യനെ, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ആദാം എന്ന് പറയുന്ന ഒരു മനുഷ്യനാൽ എന്ത് ചെയ്ത് നമ്മൾ സകലരും ജനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള മനുഷ്യനെ കൊണ്ട് ഇനിയും ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. കാരണം പാപിയായ ഒരു മനുഷ്യന്, പാപത്തിൽ കിടക്കുന്നതിനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. പക്ഷെ പാപമില്ലാത്തവനായ, അതായത് ഒന്നാം മനുഷ്യനെ ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഒടുക്കത്തെ ആദാമായ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് എന്ത് ചെയ്ത് ഈ ഭൂമിയെ സകല മനുഷ്യനെ വീണ്ടും. അങ്ങനെയാണ് യേശു ഇത് ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യനെ തേടിയാണ് യേശു വന്നത്. മനുഷ്യന്റെ അതായത് ഏതിനെ നഷ്ടപ്പെട്ടു പോയി കളഞ്ഞ ആ ആത്മീക മരണം അവിടെ സംഭവിച്ചു. അതിനെ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാനാണ് കർത്താവ് യേശു ക്രിസ്തു. അത് എന്നിലും സാധ്യമായി. പക്ഷെ നിങ്ങൾ വിശ്വസിച്ച് കർത്താവിന്റെ സന്നിധി നിങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഞാനും എൻ്റെ ഒരു പപ്പ തികഞ്ഞ മദ്യപാനിയായിരുന്നു. സ്വസ്ഥതയോ സമാധാനം ഇല്ലാത്ത ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അമ്മയും ഒക്കെ കൂടി ആത്മഹത്യ ചെയ്യാൻ പോയ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ എന്നാൽ അവിടെയൊക്കെ സമാധാനം ഞങ്ങൾക്ക് നൽകിയത് അത് കർത്താവിൽ മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ചിലപ്പോൾ യേശു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. എങ്ങനെ ലഭിക്കാത്തൊരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. നിങ്ങളെ എന്നും വഴി നടത്തുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.